അടുത്ത നാളുകളിൽ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന 15 വർഷക്കാലമായി നമ്മുടെ തൊട്ടടുത്തുള്ള പല്ലന പാനൂർ സുന്നി മഹല്ലിൽ ഖത്തീബായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകളെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم إياكم وإياهم لا يضلونكم ولا يفتنونكم. ഒരു കാലത്തും ലാ തജലുൽ ബാനീന മദ്രസ ബൈൽ യതഅല്ലമൂന. അറിവാളൻ ഇബ്നു തൈമിയ്യയുടെ കാലം ലലാലത്തിന്റെ അല്ല ഹിദായത്തിന്റെ വിത്ത് പാകിയ കാലം. മദ്രസയുടെ അവലുള്ള മീമ് ജഹന്നമിലെ ആഖിറുള്ള മീമാ. പ്രിയമുള്ള സഹോദരന്മാര്, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, എനിക്ക് മുമ്പ് ഇവിടെ പ്രഭാഷണം നടത്തിയവരുടെ പേരിനോടൊപ്പം ഓരോ ബിരുദം പറയുകയുണ്ടായി. സക്കാഫി, ഫൈസി, ദാരിമി, ബാക്കവി, ഇങ്ങനെ പലരും ഇവിടെ പ്രഭാഷണം നടത്തി. എൻ്റെ പേരിനോടൊപ്പം ഒരു ബിരുദമില്ല എന്നൊരു കുറവ് എനിക്കുണ്ട്. അത് ഞാൻ കൂടുതൽ കാലം പള്ളി ദർസിൽ പഠിക്കാത്തത് കൊണ്ടല്ല. ഒരുപക്ഷെ ഈ ബിരുദമെടുത്ത ഉസ്താദുമാരെക്കാൾ കൂടുതൽ കാലം പള്ളി ദർസിൽ കഴിച്ചുകൂട്ടിയ ഒരാൾ എന്ന പ്രത്യേകത എനിക്കുണ്ടാവും. കാരണം ഏതാണ്ട് 12 വയസ്സോ 13 വയസ്സോ ഉള്ളപ്പോൾ വീട്ടിലെ ദാരിദ്ര്യം മൂലം, പട്ടിണി മൂലം, ബാപ്പാക്ക് കാര്യമായ ജോലിയൊന്നും ഇല്ലാത്തതിനാൽ ഉമ്മ വളരെയധികം കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ആ സമയത്ത് 10-12 വയസ്സുള്ളപ്പോൾ പള്ളിയിലെ ഉസ്താദിന് ചോറ് വാങ്ങുക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ഇന്ന് ചോറ് വാങ്ങുന്നത് പോലെ ശമ്പളത്തിനല്ല ചോറ് വാങ്ങിയിരുന്നു. ഉസ്താദ് കഴിച്ചതിന് ശേഷം കിട്ടുന്ന ആ ബാക്കി ഭക്ഷണം കഴിക്കുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ ഒരു 10-17 വയസ്സ് വരെ ഏകദേശം ഒരു 6-7 കൊല്ലക്കാലം നാട്ടിൽ തന്നെ ഓതി. എന്ത് ഓതി എന്ന് ചോദിച്ചാൽ അസ്രത്ത് കുത്തുബ് എന്നറിയപ്പെടുന്ന 10 കിതാബ് എന്നറിയപ്പെടുന്ന 12 കിതാബും അതിനോടൊപ്പം മീസാൻ മുതൽ തഖ്വീമുൽ ലിസാൻ വരെ നാട്ടിൽ തന്നെ ഓതുകയുണ്ടായി. ഞാൻ എന്തിനിപ്പോ ഇതെല്ലാം പറയുന്നു എന്നൊരു പക്ഷേ നിങ്ങൾ ആലോചിച്ചേക്കാം. കാരണം എൻ്റെ ചെറുപ്പകാലം ഇങ്ങനെ കുറെ സമയം വേസ്റ്റായി പോയി. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഉപരിപഠനത്തിന് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ മധ്യവയസ്കനായ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുവെന്ന് പലരും ചിന്തിച്ചേക്കാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ഒരു തീരുമാനമെടുത്ത് ഈ മുജാഹിദിലേക്ക് കടന്നു വന്നതല്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹവും തീരുമാനവും ഈ സുന്നിസത്തിൽ തന്നെ നിന്നുകൊണ്ട് നേരത്തെ ദാരിമി ഉസ്താദ് പറഞ്ഞതുപോലെ
ചില പരിപാടികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. കുത്തുബിയത്ത് 4444 നാരിയുസ്സലാത്ത്, മരണപ്പെട്ടതിന് ശേഷം നടത്തപ്പെടുന്ന 70,000 ദിക്ർ, അതുപോലെ റിഫായി റാത്തീബ്, ഈ 4 പരിപാടിക്ക് പോവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ ഇതിൽ തുടർന്നുകൊണ്ട് മരിക്കണം എന്നതായിരുന്നു എൻ്റെ ചിന്ത. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു? കാരണം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ സഹിക്കേണ്ടി വരുന്ന ആ ഒറ്റപ്പെടുത്തൽ, സമൂഹത്തിൽ ഏതെല്ലാം രീതിയിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തും. നേരത്തെ ആ ഉസ്താദ് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ എന്റെ ഭാര്യയുമായി ഞാൻ ആ കാര്യം മുശാവറ ചെയ്തപ്പോൾ ഭാര്യ സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അത് ഇൻഷാ അല്ലാഹ് അല്പം കഴിയുമ്പോൾ ഞാൻ പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് അല്പം മുമ്പ് ആ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം, ജനിച്ചു വീണത് തന്നെ ബിദ്അത്ത് ജമാഅത്തിലേക്കാണ്. അഥവാ 6 വയസ്സ് 7 വയസ്സ് പ്രായമുള്ള കാലം അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ വസൂരിയും ഒബാവും കോളറ ഇതെല്ലാം പിടിപെടുന്ന ആ സമയത്ത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. നല്ല ഒരു കാളയെ വാങ്ങി അതിനെ നല്ല രീതിയിൽ കുളിപ്പിച്ച് കാളയെ കുളിപ്പിച്ച് പാതിരാത്രിയാകുമ്പോൾ അതിന്റെ കൂടെ ഇരുകാലികളായ കുറെ കാളകളും കൂടി ഈ കാളയെയും കൊണ്ട് ഓരോ വീടുകളിലും കയറിയിറങ്ങും. ഈ കാളയും കൊണ്ട് കയറി ഇറങ്ങുമ്പോൾ വെറുതെ അല്ല വരുന്നത്. 10 മണിക്ക് ശേഷം ഈ കാളയും കൊണ്ട് വരുമ്പോൾ അവര് ചില ബൈത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. എല്ലാവരും ആദരവോട് കാത്തിരിക്കും ഈ കാളയും കൊണ്ട്. കാരണം ഏതെങ്കിലും വീട്ടിൽ ഈ വസൂരി ബാധിക്കാൻ അല്ലെങ്കിൽ കോളറ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആ കാള അവിടെ കിടന്ന് ചില പരാക്രമങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ശൈത്താനിയത്തിന്റെ ഉപദ്രവമുണ്ട്. അതിന് പരിഹാരം എന്ന നിലയ്ക്ക് മുഹീദ്ദീൻ റാത്തീബോ കുത്തുബിയത്തോ ഒക്കെ ഈ കൂടെ ചെല്ലുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാര് തന്നെ നിർദ്ദേശിക്കും. അങ്ങനെ എന്താണ് അവരൊന്ന് ചെല്ലുന്നത്? ഈ കാളയുമായി വരുമ്പോൾ ചൊല്ലിയിരുന്നത് യാങ്കളൂരിൽ വബാകുരുപ്പ്, യാങ്കളൂരിൽ വബാകുരുപ്പ്, മറ്റുള്ള രോഗമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഇതുപോലെയൊക്കെയുള്ള ചില ബൈത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഓരോ വീട്ടിലേക്കും കടന്നു വരുന്നത്. അപ്പോൾ ഈ കാളകൾക്കെല്ലാം ഓരോ വീട്ടുകാരും കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കും. ആ കാളയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണവും കൂടെയുള്ള, ഇതെന്റെ 6ാമത്തെ വയസ്സിൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള അനുഭവമാണ്. അതുപോലെ ആ ഒരു ബിദ്അത്ത് മാത്രമല്ല, പിന്നീട് ഉണ്ടായിട്ട് എന്റെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്ന പല ബിദ്അത്തുകളും ഇന്ന് കാണാൻ കഴിയുന്നില്ല. ബിദ്അത്തുകൾ എന്ന് പറയുന്നത് അത് വെള്ളത്തിലെ കുമ്മള പോലെയാണ്. അത് ഓരോ ബിദ്അത്തും നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഥവാ ഇവിടെ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ ബിദ്അത്ത് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും. അതാണ് ഈ സമസ്തയുടെ പുരോഹിതന്മാരുടെ ജോലി. പുതിയ പുതിയ ബിദ്അത്തുകൾ ആവിഷ്കരിച്ച് സമൂഹത്തിൽ നടപ്പാക്കുക. നിങ്ങൾക്കറിയുമോ, എന്റെ നാട്ടിൽ തന്നെ നിലവിലുണ്ടായിരുന്ന മറ്റൊരു സമ്പ്രദായമാണ് ആളുറോട്ടി ദിക്ർ. നിങ്ങൾ ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കളവ് പറയുകയല്ല. ഇപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ മണ്ണഞ്ചേരി പ്രദേശത്ത് എന്നാൽ ആളുറോട്ടി ദിക്ർ നടത്തുന്നവരുണ്ട്. എന്തെങ്കിലും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഉയരം കണക്കാക്കാൻ വേണ്ടി സാധാരണ കബറ് വെട്ടുന്നതിന് നീളമെടുക്കുന്നത് പോലെ വഴിക ഒടിച്ച് നീളമെടുത്ത് ഈ വഴിക പല കഷ്ണങ്ങളായിട്ടൊടിച്ച് ആ ഉയരത്തിന്, ഒരാളിന്റെ ഉയരത്തിന് ഉറവട്ടി ചുട്ടുവെക്കുക. എന്നിട്ട് മുഹീദ്ദീൻ റാത്തീബിന്റെ ചില ദിക്റുകളൊക്കെ ചൊല്ലി എല്ലാവരും കൂടി കഴിച്ച് പിരിയുക. ആളുറോട്ടി ദിക്ർ. ഇത്രയും ഉറവട്ടി ചുട്ടുമാറ്റണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ എനിക്ക് വിവേകം വന്നതിന് ശേഷം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പടച്ചവനെ ഈ ആളുറോട്ടി ദിക്റിന്റെ സ്ഥാനത്ത് ആൾപുട്ട് ദിക്റായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഒരു കുറ്റി പുട്ടുപുഴുങ്ങിയാൽ മതിയായിരുന്നു. ഒരാളിന്റെ നീളത്തിൽ പുട്ടുപുഴുങ്ങിയാൽ കാര്യം നിറവേറുമായിരുന്നു. പക്ഷെ ഇത്രയും മുറ ഇപ്പൊ പിന്നെ
ഒരു കാര്യമുണ്ട്. പൊറോട്ടി ആരെങ്കിലും വിളിച്ച് ഏൽപ്പിച്ചാൽ അത്രയും പൊറോട്ടി ഇവിടെ എത്തിച്ചു തരും, പൈസ കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു നേർച്ച പണ്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തുകൊണ്ട് നടത്തുന്നില്ല? അതുപോലെ കുഴിക്കട കത്തപ്പുര കെട്ടി പോകുന്ന സമ്പ്രദായം ഇപ്പോഴത്തെ 25 വയസ്സുകാർക്ക് അതറിയില്ല. ഞാൻ ഈ കറ്റാനത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ 2 കബറുകൾക്ക് വേണ്ടി, 2 മരണപ്പെട്ട 2 വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഈ കബറിന്റെ മുകളിൽ കബറടക്കുന്ന സമയത്ത് തന്നെ ഒരു പുര കെട്ടും, കത്തപ്പുര കെട്ടും. കബറടക്കി കഴിയുക, അപ്പോൾ തന്നെ ഓതലുകാർ അവിടെ ഇരിക്കുകയാണ്. 2 കട്ടിലിടും ആ കബറിന്റെ അപ്പുറവും ഇപ്പുറവും. ആള് നിരന്നിരുന്നു കൊണ്ട് ഓതാൻ തുടങ്ങും. ഞങ്ങൾ സീനിയർ വിദ്യാർത്ഥികൾക്ക് രാത്രി 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുക. എന്തിനാണ് 7-11 ദിവസം നിരന്തരം ഈ കബറടക്കിയ ഉടനെ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത്? അറിയുമോ? മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ആ കബറിൽ വന്ന് ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഓതൽ നടത്തിയാൽ അവിടെ മുൻകർ നക്കീർ വരികയില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിനിടയ്ക്കൊരു വെള്ളിയാഴ്ച ദിവസം കടന്നു വന്നാൽ ഞങ്ങൾ ജുമാ നമസ്കരിക്കാൻ പോകുന്നതിന് വേണ്ടി പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ, അവന് ജുമാ നിർബന്ധമില്ലല്ലോ, ആ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഈ സ്ഥലത്തിലെത്തി ഓദിക്കാൻ ഏർപ്പാട് ചെയ്തതിന് ശേഷമാണ് ജുമാ നമസ്കാരത്തിന് വേണ്ടി പോകുന്നത്. അതും 2ാം ഖുതുബയും അവസാനിച്ച് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷമാണ് അവിടേക്ക് പള്ളിക്കകത്തേക്ക് കയറുന്നത്. ആ ഖുതുബ ഓതുന്ന സമയത്ത് പോലും ഈ കബറിന്റെ അടുത്ത് ഓതുന്ന സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഉണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഇത് മനസ്സിലാകും. ഇതെല്ലാം ഈ പുരോഹിതന്മാർ ഈ സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുന്ന ഓരോരോ ഫദ്ലുകളും മഹത്വങ്ങളും പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുന്ന അനാചാരങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടത് വളരെ വൈകിയാണ്. ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി, കാരണം അത്രയും വലിയ പീഡനങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും നാം ഒരു മഹല്ലിൽ താമസിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഈ ഖുറാഫികളാണ് എങ്കിൽ നാം അവരിൽ നിന്നും പല രീതിയിലുള്ള വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഞെട്ടിപ്പരത്തി പറയുന്നില്ല. അങ്ങനെ കുറെ കാലം ഞാൻ ഈ സമീപ പ്രദേശത്ത് ഓതുകയും ജോലി നോക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം എടുത്തു പറഞ്ഞാൽ കുട്ടുകാട്, അതുപോലെ ICS, അതുപോലെ കറ്റാനം, ഇതേപോലെ പല സ്ഥലങ്ങളിൽ ഞാൻ ജോലി നോക്കിയിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. എന്റെ ഉസ്താദിന്റെ നാട് ഈ അടുത്ത സ്ഥലമാണ്. വിദേശത്തേക്ക് ഓതാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ ഞാൻ കുറ്റം പറയുന്നില്ല. പറയേണ്ടി വന്നാൽ എന്റെ ഒരു ഗുരുത്തം കെട്ട ശിഷ്യൻ ഇവിടെ വന്ന് സംസാരിച്ചു പോയി എന്നെല്ലാം പറഞ്ഞ് ഈ സമീപ പ്രദേശത്ത് വല്ല പ്രഭാഷണവും നടത്തിയാൽ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്കന്ന് തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഉസ്താദുമാരെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ മുത്തഅല്ലിമീങ്ങളായിരിക്കുന്ന കാലത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ, 3 നേരവും പോയി ആഹാരം കഴിക്കുന്ന വീട്ടിൽ റമളാനാകുമ്പോൾ ദർസിന് അവധി കിട്ടും. ആ സമയമാകുമ്പോൾ ഉസ്താദ് ഞങ്ങളോട് ഉപദേശിക്കും, പോകുമ്പോ ഒരു ചെറിയ കൈമടക്കൊക്കെ കിട്ടും, ഞാനൊരു പണി പറഞ്ഞു തരാം. നീ രാവിലെ ആഹാരം കഴിക്കാൻ പോകുന്ന വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്നൊരു യാസീൻ ഓതി അങ്ങ് ദുആ ചെയ്തേക്കുക. ദർസ് അടച്ച് ഞങ്ങൾ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയാതെ തന്നെ ഒരു യാസീൻ ഓതി ദുആ ചെയ്തേക്കുക. ഉച്ചയ്ക്ക് പോകുന്നിടത്തും അതുപോലെ ചെയ്യുക, രാത്രി ഉണ്ണാൻ പോകുമ്പോഴും അതുപോലെ ചെയ്യുക. അപ്പോൾ ഉസ്താദ് പറഞ്ഞു തന്നതിന്റെ ഉദ്ദേശം, ഈ യാസീൻ ഓതുന്നതിലൂടെ, യാസീൻ ഓതി ദുആ ചെയ്യുന്നതിലൂടെ ആ വീട്ടുകാരൻ കൈമടക്ക് തരാൻ നിർബന്ധിതനായി തീരും. അങ്ങനെ ആ ചെറുപ്രായത്തിൽ തന്നെ കുറുക്കു വഴിയിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം എന്ന് അന്ന് ഉസ്താദ് പരിശീലിപ്പിച്ചു. പിന്നെ അങ്ങനെ മരിപ്പ് വീട്ടിൽ ഓതാൻ പോയിട്ടാണ് ഈ മുത്തഅല്ലിമീങ്ങളെല്ലാം ഓതിത്തെളിയുന്നത്. കൈതെളിയുക എന്നൊക്കെ നമ്മൾ ഡ്രൈവിങ്ങിന് കൈതെളിയുക എന്ന് പറയത്തില്ലേ, അതുപോലെ വലിയ തലയെക്കെട്ടൊക്കെ കെട്ടി ഓതാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ മുത്തഅല്ലിമീങ്ങൾ ഖുർആൻ ഓതി പഠിക്കുന്നത് ഈ മയ്യിത്തിന്റെ അടുത്ത് ഓതിയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ഞാൻ ഓതി പഠിച്ചത് അങ്ങനെയാണ്.
മദ്രസയിൽ നിന്ന് 5, 6, 7 ക്ലാസ് ഓതി കഴിയുമ്പോൾ ഖുർആനൊന്നും തെറ്റുകൂടാതെ ഓതാൻ അറിയില്ല. അതുകൊണ്ട് ഉസ്താദുമാരൊരു മറ്റൊരു കാര്യം ഇവിടെ പ്രയോഗിക്കും. അവരെന്ത് ചെയ്യുമെന്നറിയുമോ? മുതിർന്ന വിദ്യാർത്ഥികൾ 2 പേര്, അവരോടൊപ്പം 2 ഓതാൻ അറിയാത്ത 2 കുട്ടികൾ. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് എന്ത് തെറ്റ് പറഞ്ഞാലും ഈ മയ്യിത്ത് എന്തായാലും പ്രതികരിക്കില്ല. പിന്നെ ആരും കേൾക്കാൻ പോകുന്നില്ല എന്താണ് പറയുന്നത് എന്ന്. കേട്ടാൽ തന്നെ അതാരും ശ്രദ്ധിക്കാറുമില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ മയ്യിത്തിന്റെ അടുത്തിരുന്ന് എന്താ പറയുന്നത്? താരിഖുസ്സലാത്തായ ഒരാളാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ ആ മയ്യിത്തിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഓതുന്നു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത്താ. നിശ്ചയം നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ആർക്ക്? ഈ മരിച്ചു കിടക്കുന്ന മയ്യിത്തിനോ? അല്ല, ഇവൻ ജീവിതകാലത്ത് ഒരു നേരം പോലും നമസ്കരിച്ചിരുന്നില്ല. അതുപോലെ മദ്യപാനിയായിരുന്നെങ്കിൽ അവന്റെ അടുത്തിരുന്നും എന്ത് ചെയ്യുന്നു? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇങ്ങനെ നീട്ടി ഓതുക. വ്യഭിചാരിയാണെങ്കിൽ അവന്റെ അടുത്തിരുന്നും പോകുന്നു, ലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ അവിടെ റഹ്മത്തും ബർക്കത്തും ഒക്കെ ഇറങ്ങുമെന്നാണ് ഈ പുരോഹിതന്മാർ സാധാരണക്കാരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും അവിടെ റഹ്മത്ത് ഇറങ്ങില്ല. ഇങ്ങനെയുള്ള മയ്യത്തിന്റെ സമീപത്ത് ഓതാൻ വേണ്ടിയല്ല അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. പിന്നെന്തിനു വേണ്ടി? ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസക്തും ബിഹിമാ. നിങ്ങളിൽ ഞാൻ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുവോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. അത് അല്ലാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തുമാണ്. ഇന്ന് നാം അത് 2 കൈവിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മെ കൈവിട്ടു. ഒരു ന്യൂനപക്ഷമെങ്കിലും ഇത് ഏറ്റെടുക്കാൻ ഇന്ന് നിലവിലുള്ളത് കൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതെ ഈ ഭൂമി ഈ രൂപത്തിൽ നിലനിൽക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ എന്തെല്ലാം അനാചാരങ്ങളുണ്ടോ ആ അനാചാരങ്ങളെല്ലാം ഇതിൽ കടതിൽ കൂട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സലാത്താണല്ലോ സലാത്തുൽ ഇബ്രാഹിമിയ. ആ സ്വലാത്ത് നമസ്കാരത്തിൽ നാം ചൊല്ലും. അത്തഹിയാത്തിന് അവസാന അത്തഹിയാത്തിന് ശേഷം ഇന്നക ഹമീദും മജീദ് വരെ ചൊല്ലും. മയ്യിത്ത് കൊണ്ടുപോയി പള്ളിയിൽ വെച്ചാൽ ഇമാമു മയ്യിത്ത് നമസ്കാരത്തിന്റെ ആ രൂപം വിവരിക്കുമ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോളുക. ഇമാം പറയും, ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അത് ഇബ്രാഹിമിയായ സ്വലാത്താണ്. ആ സമയത്തെങ്കിലും ആ സത്യം തുറന്നു പറയും. അത് കഴിഞ്ഞാലോ അവിടെ എല്ലാം കഴിഞ്ഞ് അവരുടെ താവളത്തിൽ ചെന്നാൽ അവരുടെ നിറം മാറും. പിന്നെ അവര് പറയുന്നത് എന്താ? 4444 വട്ടം ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഏതാണ്ട് തീ പാറുന്നത് പോലെ ഉദ്ദിഷ്ട കാര്യം സാധിക്കും. അതുകൊണ്ട് ഇത് നേർച്ചയാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് ചൊല്ലിപ്പഠിപ്പിച്ച നമസ്കാരത്തിൽ ചൊല്ലിയ അള്ളാഹു അറിയിച്ചു കൊടുത്ത ഈ ഇബ്രാഹിമിയായ സ്വലാത്തിനില്ലാത്ത പോരിഷ ഈ 4444 സ്വലാത്തിന് ഉണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? ഇതിന് ഇത്രയും പോരിഷ നൽകാൻ ആർക്കാണ് അവകാശം? പ്രിയമുള്ളവരെ, ഞാൻ അല്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമം കൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ അല്പം വികാരം കൊണ്ടുപോകുന്നത്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നാലിൽ സ്വലാത്ത് മാത്രമല്ല, ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചോ. 70,000 ദിക്ർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ചുകൊണ്ട് എനിക്ക് സ്വർഗാവകാശിയാകണമെന്ന് ചിന്തിക്കുന്നില്ല. ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ചവിട്ടി അവന് സ്വർഗത്തിൽ കടത്തണമെന്ന് കുടുംബക്കാർക്കാണ് ആഗ്രഹവും താല്പര്യവും. അങ്ങനെ അവർ ഒന്നാം ഫാത്തിഹയില്ല, 2ാം ഫാത്തിഹയില്ല, 3ാം ഫാത്തിഹ നടത്തുന്നു. പിന്നെ 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7ാം ഫാത്തിഹ നടത്തുന്നു. 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 നടത്തുന്നു. 11 മുതൽ 39 വരെ ഇല്ല, പിന്നെ 40 നടത്തുന്നു, പിന്നെ ആണ്ട് നടത്തുന്നു. എന്തിനു വേണ്ടി? ഈ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തണം.
70,000 ദിക്ർ ചൊല്ലി കഴിയുമ്പോൾ അള്ളാഹു അങ്ങ് സ്വർഗത്തിലേക്ക് കടത്തുമെന്നാണ് ഈ സാധുക്കൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനു നാം ഇങ്ങനെ കഷ്ടപ്പെടണം? ഞാൻ എന്തിനാ ചാൻസ് കളഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു? എനിക്കും ഈ കുറുക്ക് വഴിക്ക് സ്വർഗത്തിൽ പോകാമായിരുന്നില്ലേ? വേണ്ട, ആ വഴിക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ ഒരു കാര്യം മറച്ചു വെക്കുകയില്ലായിരുന്നു. അവിടുത്തെ സഹാബത്ത് മരിക്കുമ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സഹാബത്തിനെ പഠിപ്പിക്കുകയും സഹാബത്തും താബികളും ഈ 70,000 ദിക്ർ ചൊല്ലി നമുക്ക് മാതൃക കാണിക്കുകയും ചെയ്യുമായിരുന്നു. ആ മാതൃക ഇവിടുത്തെ മുജാഹിദുകൾ സ്വീകരിക്കുമായിരുന്നു. അത് നാമും അതുപോലെ ചെല്ലുമായിരുന്നു. നമുക്കെന്താണ് വിഷമം? 70,000 ദിക്ർ ചൊല്ലിക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ട്? പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതകാലത്ത് ചെല്ലുക, ദിക്ർ ചെല്ലുക, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുക. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു തസ്ബീഹും മാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നടന്നാൽ 70,000 അല്ല ലക്ഷക്കണക്കിന് വട്ടം പറഞ്ഞാലും ശരി, അത് ഫിർഔൻ പറഞ്ഞ അവസാന സമയത്ത് ഫിർഔൻ പറഞ്ഞ ഫിർഔന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹേ ആവുള്ളൂ. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബലപ്പെടണമെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാകണം. അതാണ് 70,000 ദിക്ർ. ആ ദിക്റിൽ പങ്കെടുക്കുന്നത് വളരെ വിഷമത്തോടെയാണ്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, വീട്ടുകാർ തന്നെ അങ്ങ് ചൊല്ലി തീർക്കും. എന്നിട്ട് ചെല്ലുമ്പോൾ പറയും, ഞങ്ങൾ 1,00,000 ദിക്ർ ചൊല്ലി വെച്ചിരിക്കുക, ഇനി 1,000 ദിക്ർ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചൊല്ലി ദുആ ചെയ്തേ എന്നിങ്ങനെ പറയും. അതുകൊണ്ട് ഉസ്താദന്മാർക്ക് ജോലി കുറവാണ്. 1000 ദിക്ർ ചൊല്ലിയാൽ മതി. അതാണ് ഇപ്പൊ ഈ 70,000 ദിക്റിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, എന്താ? റിഫായി റാത്തീബ്. പണ്ട് ദർസിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉസ്താദും മുത്തഅല്ലിമീങ്ങളെല്ലാം കൂടി ഒരു റിഫായി റാത്തീബിന് പോയിട്ടുണ്ട്. ജീവിതത്തിൽ ആ ഒറ്റ റിഫായി റാത്തീബിനെ പോയിട്ടുള്ളൂ. അവിടെ ചെന്ന് റിഫായി റാത്തീബ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഉസ്താദ് കർച്ചീഫ് കൊണ്ട് മുഖം മറക്കും. എന്താ കാര്യം? ഉസ്താദിന് ചിരി അടക്കാൻ കഴിയുന്നില്ല. അപ്പം മുത്തഅല്ലിമീങ്ങളും ചിരിക്കാൻ തുടങ്ങി. ഉസ്താദ് ചിരിച്ചപ്പോൾ മുത്തഅല്ലിമീങ്ങൾക്കും ചിരി വന്നു. കാരണം അതിനകത്ത് ദിക്ർ ആര് കേട്ടാലും ചിരിച്ചു പോകും. അങ്ങനത്തെ ദിക്റാണ്. നിങ്ങളുടെ വീട്ടിൽ, അയലത്തെ വീട്ടിൽ മൗലൂദ് കിതാബ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്ക്. ആ ദിക്ർ കണ്ടാൽ ഹാ ഹം ഹീ ഹിം ഹൂ ഹും ഇങ്ങനെ ഒരു വട്ടം പറഞ്ഞു പോവുകയല്ല. ഹാ ഹം, ഇത് 10 പേര് കൂടി ഒരു 111 വട്ടം ഒന്ന് പറഞ്ഞു നോക്കി. ആർക്കാ ചിരി വരാത്തെന്നറിയാലോ? എല്ലാവർക്കും ചിരി വരും. ലാ ലാ ഇല്ല ഇല്ല അല്ല അല്ല ഹാ ഹി ഹിം ഇങ്ങനെ ഈ റിഫായി റാത്തീബ് അന്ന് ചിരിച്ച് ഒരു കണക്കിനാണ് വയറ്റിൽ നീര് വന്നു എന്ന് പറയാം. ആ രൂപത്തിൽ ചിരിച്ചു. കാരണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരൊറ്റ ദിക്ർ പോലും അർത്ഥമറിയാത്ത ഒരു ദിക്റില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള ഏതൊരു ദിക്റുണ്ടോ ആ ദിക്റിന് അർത്ഥവത്തായ ദിക്റായിരിക്കും. അത് ഓരോ സമയത്തും ചെല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. എപ്പോഴാണ് സഹോദരന്മാരെ ദിക്ർ ചെല്ലേണ്ടാത്ത സമയം ഏതാണ്? നാം ആഹാരം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ, പുതുവസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, എന്ന് വേണ്ട വാഹനത്തിൽ കയറുമ്പോൾ, എല്ലാ സമയത്തും തുമ്മുമ്പോൾ, മലമൂത്ര വിസർജന സ്ഥലത്ത് കിടക്കുമ്പോൾ, അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ, ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാകണം. ആ ദിക്റിനൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ ഈ റിഫായി റാത്തീബിൽ പറഞ്ഞ ദിക്റുകളുടെ അർത്ഥം എന്താണെന്ന് എന്റെ സഹപ്രവർത്തകനോട് ഞാൻ ചോദിച്ചു. സുല്ലമിയുടെ മഹല്ലിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്ഹരി എന്ന ബിരുദമുള്ള ഒരാൾ, അയാളോട് ഞാൻ ചോദിച്ചു, അല്ല നമ്മൾ ഈ റിഫായി റാത്തീബിനൊക്കെ പോകുന്നുണ്ടല്ലോ, അതിനകത്ത് ലാല ഹാം ഹി, ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, എന്റെ അർത്ഥം എന്താ? അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. അല്ല, അർത്ഥം എന്താ? ഖുർആനിൽ യാസീൻ എന്ന് പറഞ്ഞിട്ടില്ലേ? നൂൻ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ലേ? ഖാഫ്, അതിന്റെ എന്താ അർത്ഥം? എന്താ? അള്ളാഹു അല്ല, അതിന്റെ അർത്ഥം ആർക്കറിയാവുള്ളൂ? അള്ളാഹ്ക്ക് അറിയാവുള്ളൂ. അതുപോലെ ഈ പറഞ്ഞ ഹാ ഹി ഹൂ ഇതിന്റെ അർത്ഥം ആർക്കേ അറിയാവൂ? അതൊക്കെ അള്ളാഹ്ക്കേ അറിയാവുള്ളൂ. നീ എന്താടാ ചെല്ലുന്ന? റിഫായി ചൊല്ലി, ഞാനും ചൊല്ലി. നീ എന്തിനാടാ അവനെ അടിച്ചത് എന്ന് അനിയനോട് ചോദിക്കുക. ചേട്ടനും വേറൊരാളും കൂടി അടി വെക്കുന്നത് കണ്ട് അനിയനും കയറി അടിച്ചു. അനിയനോട് ചോദിച്ചു, നീ എന്തിനാ അവൻ അടിച്ചു? അത് ഇക്ക അടിച്ച്, ഞാനും അടിച്ചു. നീ എന്തിനാണ് ഇത് ക്രിയല്ലുന്നത്? അത് ഇത് റിഫായി ചൊല്ലി, ഞാനും ചൊല്ലുന്നത്. എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത്. ഓ,
അർത്ഥം എന്താ? അതിന് ഖുർആനുമായിട്ട് ഉപമിക്കുക. അല്പമെങ്കിലും അള്ളാഹുവിനെ ഭയമുണ്ട് എങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിശുദ്ധ ഖുർആനോട് ഇതുപോലെയുള്ള ഈ ദിക്റിനെ ഉപമിച്ചുകൊണ്ട് സംസാരിച്ചാൽ അവൻ ആ നിമിഷം മുർത്തദ്ദായി പോകുന്നതാണ്. വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. വൈകുന്തും ഫീ റൈബിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസന് നാം ഇറക്കിയ ഈ ആയത്തുകളിൽ, ഈ ഖുർആനിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതുപോലുള്ളൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാക്കും മിൻ ദൂനില്ലാ, അല്ലാഹ് അല്ലാത്ത നിങ്ങളുടെ സഹായികളെയൊക്കെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഞാൻ ഈ കക്ഷിയോട് ഇതിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ ഈ ഖുർആനോട് ഉപമിച്ച് പറഞ്ഞ എന്റെ സഹപ്രവർത്തകനോട് ഞാൻ ചോദിച്ചു, അല്ല അപ്പൊ ഈ ലാ ഒരായത്തായിട്ട് കൂട്ടുമ്പോൾ അതെല്ലാം ഓരോരോ ആയത്തായിട്ടുണ്ട്, അപ്പൊ റിഫായി റാത്തീബ് എന്നുള്ളത് ഒരു സൂറത്തായി മാറി. അപ്പൊ വിശുദ്ധ ഖുർആനിന് തുല്യമായ ഒരു സൂറത്ത് നമ്മുടെ പുരോഹിതന്മാര് കൊണ്ടുവന്നു. അപ്പൊ ഇയാൾക്ക് ഹാലളയിട്ട് എന്നോട് പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്തിനു നിങ്ങൾ ഇത് ചെല്ലാൻ പോകുന്നു? അടുത്ത ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുനാഫിക്കിന്റെ പണിയാ. ഇത് ഞാൻ പറഞ്ഞത്, ഈ ഒരു വാക്കെന്റെ വായിന്ന് വന്നു. അതിന് ഞാൻ അവിടെ അസിസ്റ്റന്റ് ഖത്തീബായിരുന്നു. ഖത്തീബ് എന്ന് പറഞ്ഞത് തെറ്റാ. അസിസ്റ്റന്റ് ഖത്തീബ് ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞ വർഷം സുല്ലമിക്കറിയാം എല്ലാ കാര്യവും, ഞാൻ കളവ് പറയുകയല്ല. 2 കൊല്ലം മുമ്പ് അവിടുത്തെ ഖത്തീബ് ഹജ്ജിന് പോയപ്പോൾ ഒരു 10 വെള്ളിയാഴ്ച ആ പള്ളിയിൽ, സുല്ലമിയുടെ മഹല്ലിലുള്ള പള്ളിയിൽ ഖുത്ബ നടത്താൻ, തറപ്രസംഗം നടത്താൻ എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ പലതും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പള്ളി മിഹ്റാബിൽ നിന്നുകൊണ്ട് എന്തെല്ലാം പറിച്ചു പറയാമോ അതെല്ലാം ഞാൻ പറഞ്ഞു. ഞാനിതൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആലിമീങ്ങളല്ല ജമാഅത്തുകാരനാണെന്നും മുജാഹിദുകാരനാണെന്നും വിധി എഴുതുന്നത്. ഞാൻ പറയുന്ന സദസ്സിൽ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടാകും. ഞാൻ അവരോട് ആദ്യം പറയും, ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, ഞാനത് തിരുത്താൻ തയ്യാറാണ്. പക്ഷെ അവരാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കാരണം ഞാൻ വളരെയധികം ആലോചിച്ചിട്ടാണ് പറയാറുള്ളത്. പക്ഷേ ആരാണെന്നറിയുമോ മുജാഹിദും ജമാഅത്തുമാക്കിയത്? ഈ സാധാരണക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയാൾ ജമാഅത്തുകാരനാണ് പറഞ്ഞു കേട്ടില്ലേ, അയാൾ മുജാഹിദുകാരനാണ് അയാൾ പറഞ്ഞത് കേട്ടില്ലേ, ഇങ്ങനെ മുജാഹിദും ജമാഅത്തുമാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ആലോചിച്ചു, എന്നാൽ ഇനി മുജാഹിദാകുക, അതിനുള്ളൊരു സാഹചര്യം അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഇപ്പൊ സമയം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരല്പം കൂടി സമയം ഞാൻ ചോദിച്ചു വാങ്ങിയതാ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കായംകുളത്ത് ചെന്നപ്പം അവിടെ അലസ്മൗലവി മറ്റേ നിസദീർ റഹ്മാനെയൊക്കെ സ്റ്റേജിലിരുന്നുകൊണ്ട് അവരിങ്ങനെ എന്ത് ചെയ്യുന്നു, മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സദസ്സിൽ ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. ഞാൻ ചോദിച്ച് ഞാനൊന്ന് കയറിക്കോട്ടെ, അങ്ങനെ കയറി ഒരു 5 മിനിറ്റ് വിടവ് കിട്ടി. ഞാൻ അതിനിടയ്ക്ക് വെച്ച് എന്തൊക്കെയാണോ പറഞ്ഞു. കാരണം ഇങ്ങനെ തിങ്ങി നിൽക്കുക, ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ കിട്ടിയ അവസരം ഞാനൊന്ന് പ്രയോജനപ്പെടുത്തുക, അതിനുവേണ്ടി ഞാൻ മെനക്കെട്ട് ഇവിടം വരെ വന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഞാൻ ഈ കക്ഷിയോട് ഈ ഖുർആനോട് ഉപമിച്ചത് തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുനാഫിക്കിന്റെ പണിയാണെന്നും പറഞ്ഞു. ഈ സഹപ്രവർത്തകൻ പാര വെക്കാൻ ഏറ്റവും മിടുക്കന്മാര് ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പോഴാണെങ്കിൽ ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് പാര വെക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ പാരപണിയാണ്. അങ്ങനെ അത് ആർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക. അയാൾ 30 കൊല്ലം കൊണ്ട് മുനാഫിക്കായിട്ടാണ് കഴിയുന്നത് എന്ന് മഹല്ല് മുഴുവനും അയാൾ പ്രചരിപ്പിച്ചു. കാരണം അതുകൊണ്ട് അയാൾക്കൊരു ഗുണമുണ്ട്, ഞാൻ അസിസ്റ്റന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവായാൽ അയാൾക്ക് ആ സ്ഥാനത്ത് കയറിപ്പറ്റാം. അതുപോലെ കയറുകയും ചെയ്തു. ഞാൻ പോകുന്നതിന്റെ കാരണം അതല്ല, അതിലേക്ക് ഞാൻ വന്നിട്ടില്ല.
എനിക്ക് കിതാബ് തിരിയത്തില്ലെന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ ജോലി നോക്കുന്നിടത്തുണ്ടായിരുന്ന ആ ഖതീബ്, അയാളൊരു ഫൈസി ആയിരുന്നു. അയാൾക്ക് കിതാബ് തിരിയത്തില്ല എന്ന് ആരും പറയില്ല. ഒരുപക്ഷെ അയാൾ മുജാഹിദിലേക്ക് കടന്നു വന്നാൽ അയാൾക്ക് കിതാബ് തിരിയത്തില്ല, അല്ലെ ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് വാങ്ങിയ ആളാണ് എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. ഈ ഫൈസിയോട് ഞാൻ ഫിഖ്ഹിന്റെ കിതാബുകളിലുള്ള ഓരോ കാര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഓരോന്നും ചോദിക്കുമ്പോൾ അയാൾ അതെല്ലാം അംഗീകരിക്കും. ശരിയാണ്, ഞാൻ വായിക്കുന്നതിൽ തെറ്റില്ല, അർത്ഥം വെക്കുന്നതിൽ തെറ്റില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയെ കുറിച്ച് ഫത്ഹുൽ മുഈനിൽ പറയുന്നത് എന്താണെന്നറിയുമോ? അത് ക്ലിപ്തമാക്കപ്പെട്ട മഅ്മൂമീങ്ങളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, ഒരു ദുആ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇമാമിന് അത് ഉറക്കെയാക്കാം. അതെപ്പോൾ മസ്ബൂക്കുകളായിട്ടുള്ളവർക്ക് അതുകൊണ്ട് തശ്വീഷ് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, തശ്വീഷ് ഉണ്ടാകുന്നുണ്ട്, അവർക്ക് ഈ ദുആ ഉറക്കെ ചെല്ലുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നെങ്കിൽ അതാ ഉറക്കെ ചെല്ലാനും പാടില്ല എന്നെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഉസ്താദും പറയും ശരിയാ. പക്ഷേ ഈ ഉസ്താദ് നിൽക്കാൻ പഠിച്ച കള്ളനാണ്. കാരണം വരുന്ന കമ്മിറ്റിക്കാർക്ക് ഒപ്പിച്ചൊക്കെ നിൽക്കാൻ നല്ല ബഹുമിടുക്കനാ. എന്താണെന്നറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. കുത്തുബിയത്തിന് വിളിക്കുമ്പോൾ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 വട്ടം ചെല്ലണം. 12 റക്അത്ത് നിസ്കരിക്കണം. ചെറിയ പണിയൊന്നുമല്ല. ആ പറഞ്ഞ അത്രയും ബെയ്ത്ത് എല്ലിയിട്ട് ഉസ്താദ് പറഞ്ഞില്ലേ, ഇടയ്ക്ക് ലാഹി അന്തമക്കുസൂദി വരിളാക മത്ലൂബി എന്നിങ്ങനെ ചൊല്ലുവന്ന്. 200 വട്ടം അല്ലെ 100 വട്ടം വിളിക്കുന്നെന്ന് വെച്ചാൽ ഉള്ള ശബ്ദം മുഴുവനും എടുത്താ വിളിക്കുന്നത്. പക്ഷെ അള്ളാഹെ വിളിക്കുമ്പോ ആകെ കുഴഞ്ഞു പോയി. ലായി അന്ത മക്കുസൂദി, ഞാനിങ്ങനെ വിളിച്ചു പോയി എന്ന് പറയുക. പ്രിയമുള്ളവരെ, ഞാനും പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിലും പലരും വിളിക്കാൻ വരുമ്പോൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. കാരണം ഇതിൽ പങ്കെടുക്കാൻ മനസ്സനുവദിക്കുകയില്ല. മനസ്സിന്റെ ഉള്ളിൽ ഒരല്പം ഈമാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാര് പോലും അവർ ആത്മാർത്ഥമായിട്ടല്ല അതിൽ പങ്കെടുക്കുന്നത്. അവരുടെ മനസ്സാക്ഷി അവരോട് പറയുന്നുണ്ട്, നീ യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 വട്ടം നീ വിളിക്കുന്നു. അപ്പൊ നിന്റെ അള്ളാഹുവിനെ വിളിക്കുക എന്നത് അള്ളാഹു നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്. അത് നീ ചെയ്യാതെ നീ മറ്റൊരാളെ വിളിക്കുന്നത് എന്തിന്? പ്രിയമുള്ളവരെ, അന്നേരം ഈ ഫൈസി എന്നോട് പറയും ഖാദർ മുസ്ലിയാർക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷെ ഞാൻ ഇവിടുത്തെ ഖത്തീബായതുകൊണ്ട് എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഞാൻ പോകുന്നുവെങ്കിലും ഞാൻ വേറെ നിയ്യത്തോടു കൂടിയാണ് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ വിളിക്കുന്നത്. എന്ത് നിയ്യത്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. വേറെ നിയ്യത്തോടു കൂടിയാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ആ ഫൈസി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ എനിക്ക് അവസരം കിട്ടി, അതുകൊണ്ടാ പറയുന്നത്. അല്ലാതെ ആ ഫൈസിനെ അവിടുന്ന് ചാടിക്കാനൊന്നുമല്ല. ഫൈസി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മുജാഹിദുകാര് പെണ്ണുങ്ങളെയൊക്കെ പള്ളി കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല, കൊണ്ടുവരുന്നുണ്ട്. അത് കിതാബിൽ പറയുന്നുണ്ടല്ലോ. കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും നമസ്കാരത്തിന് ഹാജരായാൽ ആദ്യം പുരുഷന്മാർ നിൽക്കണം, പിന്നെ കുട്ടികൾ നിൽക്കണം, പിന്നെ സ്ത്രീകൾ നിൽക്കണം. അതുപോലെ നൂറുൽ അബ്സാറിൽ പറയുന്നുണ്ട്, ഹൈദുകാരിയായ പെണ്ണിന് രക്തം പള്ളിയിൽ പുരളത്തില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അവൾക്ക് പള്ളിയെ മുറിച്ചു കടക്കാം എന്നൊക്കെ ഈ നൂറുൽ അബ്സാർ പോലുള്ള കിതാബിലൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ ഫൈസി എന്നോട് പറഞ്ഞു എന്തെന്നറിയുമോ, മുജാഹിദുകാർ ചെയ്യുന്നത് ശരിയാ, പക്ഷെ അവരൊരു ബിദ്അത്ത് ചെയ്യുന്നു. എന്താ ബിദ്അത്ത് എന്നറിയില്ലേ? ഇതുപോലെയാണല്ലോ കിതാബിൽ പറഞ്ഞത്. ഇവർ പ്രത്യേകം സൗകര്യം ഉണ്ടാക്കി സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേറെ സൗകര്യം മുകളിലോ ഒക്കെ സ്ഥല സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അത് ബിദ്അത്താണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? ഒറ്റ ഹാളിൽ പള്ളിക്കകത്ത് ആദ്യം നബി പറഞ്ഞതുപോലല്ലേ ചെയ്യേണ്ടത്. പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ അത് ബിദ്അത്താണ്. ഇതാരാ പറയുന്ന? ഒരു മുബത്തദിയാണ് പറയുന്നത്. ശരിയാണ്, പക്ഷെ നമുക്ക് അത്രയും ഈമാനും തഖ്വായും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ അവസ്ഥയിലെത്തിയാൽ പെണ്ണുങ്ങളും നമ്മുടെ കൂടെ വന്ന് നിന്നാൽ നമുക്കൊന്നും തോന്നില്ല. പെണ്ണുങ്ങളാണോ നിൽക്കുന്നത് നമുക്ക് തോന്നില്ല. മഹ്ശറയിൽ എല്ലാവരെയും തുണിയില്ലാതെയല്ലേ, നഗ്നരായിട്ടല്ലേ ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചില്ലേ, നബിയെ അപ്പൊ കാണില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നഗ്നത കാണില്ലേ? ആയിഷയോട് നബി എന്താ പറഞ്ഞത്? ആയിഷ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ആരും അത് ശ്രദ്ധിക്കില്ല. അന്നേരം സ്വന്തം നഫ്സി നഫ്സി എന്ന് എല്ലാവരും വിളിച്ചു പോകുന്ന സമയമാണ്.
എന്നാ പറഞ്ഞത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എൻ്റെ സഹോദരന്മാരെ. നമ്മൾ വളരെയധികം കരുതലോടുകൂടി നാം രംഗത്ത് വരേണ്ട ഒരു സന്ദർഭമാണിത്. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിനെ അതേപോലെ ഞാൻ മറ്റൊരു കാര്യം വിട്ടുപോയി, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം പറഞ്ഞില്ലല്ലോ, നീണ്ടുപോവുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരം കിട്ടുമ്പോൾ ബാക്കി കാര്യമൊക്കെ പറയാം. ഞാൻ ഈ പാനൂർ സുല്ലമിയുടെ മഹലിൽ നിൽക്കുമ്പോൾ റേഞ്ച് യോഗത്തിന് പോയി. റേഞ്ച് യോഗം എന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ മുഅല്ലിമീങ്ങൾ എല്ലാവരും കൂടി ഒരു യോഗം ചേരും. അവിടെ ആ യോഗത്തിൽ വെച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചു. റിഫായി മാലയിലെ മാലയെ ഞാൻ പാടിയത്. കാരണം മുഹീദ്ദീൻ മാലയിലെ മാല പാടിയാൽ ഇപ്പോഴത്തെ മുസ്ലിയാക്കന്മാർ പറയും അത് മുസ്തഫൽ ഫൈസിയുടെ മുഹീദ്ദീൻ മാല വ്യാഖ്യാനമുണ്ട്, അത് വാങ്ങിച്ചു വായിച്ചു നോക്കിയോ, അതിനകത്തുണ്ട് അതിന്റെ വ്യാഖ്യാനം. ആരാ മുസ്തഫൽ ഫൈസി? പലിശ ഫൈസി എന്നറിയപ്പെടുന്ന ഫൈസി. പലിശയ്ക്ക് അനുകൂലമായി പുസ്തകം എഴുതിയതിന്റെ പേരിൽ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പലിശ ഫൈസിയാണ് മുസ്തഫൽ ഫൈസി. ആ സബുൽ മുബിക്കാത്തിൽപ്പെട്ട പലിശയ്ക്ക് അനുകൂലമായി ഒരു പുസ്തകം രചിക്കാമെങ്കിൽ അയാൾക്ക് മുഹീദ്ദീൻ മാലയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുന്നത് നിസ്സാര കാര്യമല്ലേ? അത് വാങ്ങിച്ച് വായിച്ചു നോക്കാൻ പറയും. അതുകൊണ്ട് ആ സംശയമൊക്കെ ഞാനങ്ങ് മാറ്റിയിട്ട് ഇതുവരെ വ്യാഖ്യാനം ഇറങ്ങാത്തൊരു മാലയുണ്ട്, റിഫായി മാല. ആ മാലയിലെ ഒരു വരി ഞാൻ റേഞ്ച് യോഗത്തിൽ എഴുന്നേറ്റ് വന്നു. സമസ്തയുടെ മുഫത്തിഷുള്ള ആ യോഗത്തിൽ ഞാൻ അവിടെ എഴുന്നേറ്റ് വന്ന് സംശയം ചോദിച്ചു. എന്താ വരി? അള്ളാന്റെ അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടാരെ മോശുന്തോവർ സ്വർഗം എനിക്കും വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ അവർക്കെന്ന് നിന്നാൽ സുവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? റിഫായി ഷെയ്ഖ് ഉമ്മ ഗർഭം ധരിച്ചിരുന്ന സമയത്തിൽ, നമ്മളൊക്കെ ഉമ്മ ഗർഭം ധരിച്ച് പുറത്തേക്ക് വരേണ്ട സമയമായാൽ ഉമ്മ നമ്മെ പ്രസവിക്കും. പക്ഷെ റിഫായി ഷെയ്ഖ് പുറത്തേക്ക് വരുന്നില്ല. റിഫായി ഷെയ്ഖ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടാരേ മോശിന്തോവർ. ഇങ്ങോട്ട് ഇറങ്ങി വാ റിഫായി എന്ന് അള്ളാഹുവിന്റെ ആ ഏകൽ കേട്ടപ്പോൾ റിഫായി പറഞ്ഞു, ഒരു വ്യവസ്ഥ വെച്ചു, ഞാൻ ചുമ്മാതെ വരില്ല. സ്വർഗം എനിക്കും വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. സ്വർഗം എനിക്കും എന്നെ തുടരുന്നവർക്കും പിന്തുടരുന്നവർക്കും തന്നാൽ ഞാൻ ഇറങ്ങാം. അള്ളാഹു കൊടുക്കാമെന്നേറ്റു. അവർക്കെന്ന് 4 സുവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. ഇത് ഞാൻ എന്ത് ചെയ്തു? റേഞ്ച് യോഗത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പോ എല്ലാവരും ഒന്ന് ഞെട്ടി. എന്താ കാര്യം? എന്റെ ചോദ്യം എന്താണെന്നറിയുമോ? ഞാൻ ചോദിച്ചത്, ഒരാൾ വലിയാകുന്നത് എപ്പോഴാണ്? ഒരാൾ വലിയാകണമെങ്കിൽ അള്ളാഹു അവന് നിർബന്ധമാക്കിയ കർമ്മത്തിന് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നപ്പോഴാണ് ഒരാൾ വലിയായി തീരുന്നത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, മന്നാദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട്, എന്റെ ആത്മമിത്രത്തോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം തുടർന്ന് റസൂൽ പറയുന്നു, ഒമാ തഖറബ ഇലയ്യ അബ്ദി, എന്റെ ദാസൻ എന്റെ സാമീപ്യം കരസ്ഥമാക്കുകയില്ല, ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി, ഞാൻ അവർ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലാതെ എന്റെ സാമീപ്യം കരസ്ഥമാക്കുക സാധ്യമല്ല. അപ്പോൾ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക. ഇനി എങ്ങനെയാണ് അള്ളാഹുവിന്റെ വലിയായി തീരാൻ കഴിയുക? വലിയാകണമെങ്കിൽ നബി പറഞ്ഞു, വലാ യസാലു അബ്ദി, എന്റെ ദാസനായിക്കൊണ്ടേയിരിക്കും, യതഖറബു ഇലയ്യ, എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ബിന്നവാഫിലി, സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ. സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരിക്കും. ഏതുവരെ? ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ. ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ
കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും, കാത് ഞാനാകും. വബസ്റഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹുല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹുല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. വലയിൻ സഅലനി, അവൻ എന്നോട് ചോദിച്ചാൽ, ആര്? കൈയും കാലും കണ്ണും കാതും എല്ലാം അല്ലാഹു ആയി തീർന്ന ഈ അല്ലാഹ് ഇയാളോട് ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് ഈ പുരോഹിതന്മാർ പറയുന്ന ഈ വലിയ ചോദിച്ചാൽ, ആരോട്? എന്നോട് ചോദിച്ചാൽ അവന് ഞാൻ നൽകുന്നതാണ്. ആര് ചോദിച്ചാൽ? ഈ വലിയ അള്ളാഹുവിനോട് ചോദിച്ചാൽ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം വലിയന്റെ കാലും കൈയും കണ്ണും ഒക്കെ അള്ളാഹു ആയിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹ്ക്ക് ചോദിക്കണ്ട, ഈ അള്ളാഹുവിന്റെ അവതാരമായി പിറന്ന ഈ ആളോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സഹായം തേടിയേക്കുക. എന്നിട്ട് തുടർന്ന് പറയുന്നു, വലയിനിസ്തആദനി, അവൻ എന്നോട് അഭയം തേടിയാൽ ലൗഈദന്നഹു, അവന് ഞാൻ അഭയം നൽകും. അപ്പോൾ ഈ അള്ളാഹുവായി മാറിയ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ഈ സുന്നികൾ തന്നെ, ഈ പുരോഹിതന്മാര് തന്നെ ഒരു പ്രഭാഷണത്തിൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം പറയുന്നുണ്ട്. എപ്പോഴാണെന്നറിയുമോ? ഇതൊക്കെ ഞാൻ സ്വന്തമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പിതാവ് അബൂ സാലിഹ്, ആ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മാതാവിനെ വിവാഹം കഴിക്കാൻ പോയ സംഭവം, അതിന്റെ തുടക്കം ഒരു ആപ്പിൾ ഭക്ഷിച്ച സംഭവമാണ്. അങ്ങനെ ആ നദിയുടെ തീരത്ത് കൂടി ഈ ആപ്പിൾ ആരുടേതാണ് അറിയാതെ ഭക്ഷിച്ചു പോയി. അതിന്റെ ഉടമയെ കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം നടന്നു പോകുന്നു. ഈ കഥ എവിടെ ഉണ്ട് എന്ന് എന്നോട് ചോദിക്കരുത്. മുജാഹിദുകാർക്കൊരു പണിയുണ്ട്, സനത് ചോദിക്കും. ആ സനത് ചോദിക്കരുത്, ഞാൻ അവര് പറഞ്ഞത് പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? നദിയുടെ തീരത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒരു ആപ്പിൾ തോട്ടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ നിന്ന് ഇവിടെ വീണ് ഒഴുകി വന്ന ആപ്പിളായിരിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി അതിന്റെ ഉടമയെ കണ്ടുപിടിച്ചപ്പോൾ ഉടമയൊരു വ്യവസ്ഥ വെച്ചു. ചുമ്മാതെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഞാൻ അങ്ങയുടെ ഒരു ആപ്പിൾ ഭക്ഷിച്ചു പോയി. ഞാൻ പൊരുത്തപ്പെടില്ല. പൊരുത്തപ്പെടണമെങ്കിൽ വർഷങ്ങളോളം എൻ്റെ തോട്ടത്തിൽ എൻ്റെ ഖാദിമായി, അതിൻ്റെ പരിചാരകനായി നീ സേവനമനുഷ്ഠിക്കണം. അങ്ങനെ കുറെ കാലം സേവനമനുഷ്ഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ വർഷം പൂർത്തിയായപ്പോൾ അദ്ദേഹം വീണ്ടും ചെന്ന് പറഞ്ഞു, ഞാൻ ആ പറഞ്ഞ വർഷമൊക്കെ പൂർത്തിയാക്കി, ഇനി ഞാൻ പോകട്ടെ. പറ്റില്ല. ഈ ഹദീസിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഈ മുസ്ലിയാക്കന്മാര് തന്നെ പറയുന്നു, ആ മനുഷ്യൻ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ അബൂ സാലിഹിനോട് പറയുന്നു, എന്താ, എനിക്കൊരു മകളുണ്ട്. ഓ, ആ മകൾക്ക് കൈയില്ല, 2 കൈയുമില്ല, 2 കണ്ണുമില്ല, ഓ 2 കാതുമില്ല, 2 കാലുമില്ല. അപ്പൊ ഒരു മാംസമുണ്ട്. ഈ പെൺകുട്ടിയെ നീ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഈ മാംസപിണ്ഡത്തെ നീ വിവാഹം കഴിക്കണം. അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ അബൂ സാലിഹ് ആ ആപ്പിൾ പൊരുത്തപ്പെട്ട് കിട്ടണം, നിർവാഹമില്ലാതെ അദ്ദേഹം അതിന് സമ്മതിച്ചു. ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അങ്ങനെ അദ്ദേഹം ആദ്യ രാത്രിയിൽ തൻ്റെ ഭാര്യയുടെ സമീപത്തേക്ക് ആ കൈയും കാലും കണ്ണും ഒന്നുമില്ലാത്ത ആ മാംസപിണ്ഡം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ആ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കണ്ടത് ആരെയാണ്? അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ബാപ്പ അബൂ സാലിഹ് ഇറങ്ങി ഓടി. ഈ ഓട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മാച്ചൻ പുറത്തു നിൽപ്പുണ്ട്. തടഞ്ഞു നിർത്തി. എന്താ കാര്യം? അല്ല, അങ്ങനോട് പറഞ്ഞ പെൺകുട്ടിയല്ല അതിനകത്തിരിക്കുന്നത്. അങ്ങ് പറഞ്ഞത് കണ്ണില്ല, കൈയില്ല, കാലില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ ഇരിക്കുന്ന പെൺകുട്ടിക്ക് ഇതെല്ലാം ഉണ്ട്. അത് ശരിയാ ഞാൻ പറഞ്ഞത്. എൻ്റെ മകൾക്ക് കൈയില്ല, കണ്ണില്ല, കാതില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞത്. അവളൊരു വലിയത്താണ്, അഥവാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് അവളുടെ കൈ അള്ളാഹുവായി, അവളുടെ കണ്ണല്ലാഹുവായി, അവളുടെ കാതല്ലാഹുവായി, അവളുടെ അവയവങ്ങളെല്ലാം അള്ളാഹുവായി എന്ന് പറഞ്ഞാൽ ലോകരെ മുഴുവനും സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു അങ്ങ് കൊടുത്തു എന്നല്ല. പിന്നെയോ എന്താണ് അവിടുത്തെ ഉദ്ദേശം? ഈ കൈ കൊണ്ട് ഹറാമ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവാണ് കൈ. ഒരു ഹറാമായ പ്രവൃത്തി കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കണ്ണല്ലാഹുവാണ്. ഒരു ഹറാമായ കാഴ്ച കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കാലല്ലാഹുവാണ്. ഹറാമിലേക്ക് നടക്കുകയില്ല. ഇതാര് പറയുന്നു?
ഈ സാഹചര്യത്തിൽ സുന്നി ഉസ്താദന്മാർ പറയുന്നു, ഈ ഹദീസ് അങ്ങോട്ട് ഓതിയച്ചും സുന്നി ഉസ്താദന്മാർ പുരോഹിതന്മാരെപ്പോ പറയും അള്ളാഹുവാണ് അവരുടെ കണ്ണും കയ്യും കാലും എല്ലാം അള്ളാഹുവാണ്, അതുകൊണ്ട് നമുക്ക് സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പറയും തേടിക്കോളാൻ. പക്ഷേ ഈ പറയുന്ന പുരോഹിതന്മാർ പരലോകത്ത് കാണത്തില്ല, നമ്മുടെ രക്ഷയ്ക്ക് അവരാരും ഉണ്ടാകത്തില്ല. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ചുരുക്കാൻ നോക്കിയാൽ ചുരുക്കാൻ പറ്റില്ല. അതിന് മാത്രമുണ്ട് ഞാൻ അറിയാതെ ഇറങ്ങിപ്പോകുന്നതാ. ഇനിയും ഉണ്ട് എത്രയോ കേസ്, ഒരുപാട് ഞാനൊന്ന് ഒതുക്കിയ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ ഇവിടെ ഈ പരിപാടി കഴിയുമ്പോൾ ചില സുന്നികൾക്ക് ഹാലളവും, സുന്നികളെന്ന് പറയുന്ന ഉസ്താദ് പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ്, ചില ബിദഈകൾക്ക് ഹാലളവും. ആ ബിദഈകൾ അപ്പൊ തീരുമാനിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാസംഗികനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓതും يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم وإياكم وإياهم لا يضلونكم ولا يفتنونكم. يكون في آخر الزمان അവസാന നാളിൽ ഉണ്ടാകും ആര്? ദജ്ജാലൂന കദ്ദാബൂന, പെരുങ്കള്ളന്മാരായ ദജ്ജാലികൾ. ആരെയാ ഉദ്ദേശിക്കുന്ന? നമ്മളെ മുജാഹിദുകാര്. പെരുങ്കള്ളന്മാരായ ദജ്ജാലികൾ അവസാനം ഉണ്ടാകും. യതൂനക്കും, അവർ നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്. മിനൽ ഹദീസി, ചില ഹദീസുകളുമായി വരുന്നതാണ്. ആര്? ഈ മുജാഹിദുകൾ സുന്നികളൊക്കെ ചെല്ലുമെന്ന് ചില ഹദീസുകളൊക്കെ ആയിട്ട് ആ ചെല്ലും. അന്നേരം നബി പിന്നെ പറയുന്നു യതൂനക്കും മിനൽ ഹദീസ്, ചില ഹദീസുകളുമായി അവർ വരും. ബിമാലം തസ്മഉ അന്തും വലാ ആബാഉക്കും, ആ ഹദീസുകൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പിതാക്കളും കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത ഹദീസുകളുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ലാ യുദില്ലൂനകും വലാ യുഫ്തിനൂനകും, അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ നാശത്തിലാക്കാതിരിക്കട്ടെ എന്ന്. ഈ പരിപാടി കഴിയുമ്പോൾ ഒരുപക്ഷെ എവിടെയെങ്കിലും സ്റ്റേജ് കെട്ടി ഈ ഹദീസ് ഓതിക്കൊണ്ട് പറയും. എന്നാൽ എന്റെ ഈ പുരോഹിതന്മാരോട് ഈ വിനീതനായ എനിക്ക് പറയുവാനുള്ളത്, ദുർബലമായ ഹദീസുകൾ നിങ്ങൾ തന്നെയാണോ എന്നത്. ഇപ്പോൾ ഞാൻ ആലപ്പുഴ സലഫി ജുമാ മസ്ജിദിൽ ഇമാമായി ജോലി നോക്കുകയാണ്. അവിടെ ഓരോ ദിവസവും ഹദീസ് ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ഹദീസ് ഞാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞൊരു ഹദീസ് ഞാൻ പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു അബദ്ധം പറ്റി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരൻ വന്ന് തോളിൽ കൈയിട്ടിട്ട്, ഉസ്താദേ അതിൻ്റെ സനദ് ഒന്ന് എഴുതി തന്നാൽ കൊള്ളാം, ഞാൻ ഇങ്ങനെ ഹദീസ് എഴുതി സൂക്ഷിക്കുന്ന പതിവുണ്ട്, എനിക്ക് കേട്ടപ്പോഴേ രോഗം പിടികിട്ടി. ഇതാണ് കാര്യം. ഈ തൗഹീദിന്റെ വക്താക്കൾക്ക് അവർക്ക് ഖുർആനി പറയുന്നതാണെങ്കിൽ പോലും സൂറത്ത് ഇത്ര, ഈ സൂറത്ത് പറയണം, ആയത്ത് നമ്പർ പറയണം, എന്നാലേ അവർ അംഗീകരിക്കുകയുള്ളൂ. അവരെ ദജ്ജാലികളായിട്ട് മറ്റുള്ളവരെ ആരായിരിക്കും? ദജ്ജാലിന്റെയും കദ്ദാബിന്റെയും വെട്ടിൽ വീഴുന്ന ആരായിരിക്കും? ഈ സുന്നികളാ. കാരണം 10 കിതാബ് എന്നും പറഞ്ഞൊരു കിതാബുണ്ട്. ആ കിതാബിനകത്ത് 40 ഹദീസ് എന്നും പറഞ്ഞൊരു കിതാബ്, 40 ഹദീസുകൾ. ഇമാം നവവിയുടെ സ്വീകാര്യമായ 40 ഹദീസുകൾക്ക് നാമകരണം ഇമാം നവവി ചെയ്ത നാമമാണ് 40 ഹദീസ്. ആ പേര് കോപ്പി അടിച്ചുകൊണ്ട് വ്യാജമായി ഈ കിതാബിന് ഈ പേര് നൽകിക്കൊണ്ട് വെറും ലൈവായ ഹദീസുകൾ, ചിലപ്പോൾ ഒറ്റപ്പെട്ട സഹിയായ ഹദീസുകൾ ഉണ്ടായേക്കാം. ആ ഹദീസുകൾ അതിൽ കൊടുത്തുകൊണ്ട് അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പഠിപ്പിക്കുന്നു. ഞാൻ കാണാതെ പഠിച്ചതാണ്, 40 ഹദീസും കാണാതെ പഠിച്ചതാണ്. അതിലൊരു ഹദീസ് ഓതാം, സനദി ചോദിക്കരുതേ. സനദി ചോദിച്ചാൽ കുഴഞ്ഞു പോകും. ഒരു ഹദീസ്, ആരും എന്നെ കല്ലെടുത്തെറിയരുത്. ആ ഹദീസിന്റെ ആശയം കേട്ടാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? മൻ സമിയല്ലദാന വൽലികാമാ വലം യഹ്ദുരിൽ ജമാ. ഒരാൾ ബാങ്കും ഇക്കാമത്തും കേട്ടു. മൈക്കിലൂടെ ബാങ്കും ഇക്കാമത്തും കൊടുക്കുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ. ബാങ്കും കേട്ടു, ഇക്കാമത്തും കേട്ടു. വലം യഹ്ദുരിൽ ജമാഅത്ത, അവൻ നിസ്കരിച്ചില്ല എന്നല്ല, ജമാഅത്തിന് പള്ളിയിലെത്തിയില്ല. ജമാഅത്തായുള്ള നമസ്കാരത്തിന് അവൻ എത്തിയില്ല. അവനവന്റെ ഉമ്മയോടൊപ്പം കഅബയിൽ വെച്ച് 70 പ്രാവശ്യം വ്യഭിചരിച്ചവനെ പോലെയാണ്. 70 പ്രാവശ്യം കഅബയിൽ വെച്ച് സ്വന്തം ഉമ്മായുമായിട്ട് വ്യഭിചരിച്ചവനെ പോലെയാണ്.
ബാങ്കും ഇക്കാമത്തും കേട്ടിട്ട് പള്ളിയിൽ ഹാജരാകാത്തവൻ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഈ ഹദീസ് അതിലുണ്ടോ എന്ന് നിങ്ങൾക്കും നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്ന ഇവരെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഏത് ദജ്ജാലുകൾ വന്നാലും കദ്ദാബുകൾ വന്നാലും ആ കദ്ദാബുകളുടെയും ദജ്ജാലുകളുടെയും കെണിയിൽ വീഴുന്നത് ഈ പുരോഹിത പരീക്ഷകളായിരിക്കും. അല്ലാത്തുള്ളവരെ മുഖ്ലിസുകളായ പണ്ഡിതന്മാർ അവരിലുണ്ട്. അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവരിൽ നല്ലൊരു വിഭാഗം ഈ എങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാരി സലാത്ത് പോട്ടെ, ഇന്ന് കുലുക്കി സലാത്ത് എന്നറിയപ്പെടുന്ന ചില സലാത്ത്, എല്ലാവരും കുലുങ്ങി ചെല്ലുക, അങ്ങനത്തെ ചില സലാത്തൊക്കെ പല സ്ഥലത്തും പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാ സലാത്തിന്റെ വിജയപരാജയം വിലയിരുത്തുന്നതെന്നറിയണ്ടേ? സലാത്തൊക്കെ കഴിയുമ്പോൾ അതിന്റെ എല്ലാ ചെലവും, ഇത്ര രൂപ ചെലവ്, അത് കഴിച്ചിട്ട് 1 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സലാത്ത് വളരെ മോശമാണ്. കഴിഞ്ഞ വർഷം 1.25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇത്തവണ പരാജയമാണ്, സ്വലാത്ത് പരാജയമാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ? പണം വേണം. ഇപ്പൊ ഞാൻ മുജാഹിദിലേക്ക് കടന്നു വന്നപ്പോ എനിക്ക് എന്ത് കിട്ടിയെന്നാ പലർക്കും അറിയേണ്ടത്. എന്റെ നാട്ടില് അത് ആർക്കാണെന്നറിയാവോ? സ്വന്തം ഉമ്മ മരിച്ചാൽ ഉമ്മയുടെ 3-ാം പാത്തിയേക്ക് വാപ്പായിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന, കൈമടക്ക് വാങ്ങുന്ന ചില മക്കളുണ്ടാകും. അവിടെ കിട്ടണമെന്നായിരിക്കും അവരുടെ മോഹം. ഉമ്മയുടെ 3-ാം പാത്തി ആയതുകൊണ്ട് ബാപ്പ കൈമടക്ക് കൊടുക്കണം, അത് ഞങ്ങളുടെ അവകാശമാണ്, അത് കിട്ടണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകും. അങ്ങനെയുള്ളവരാണ്. ഞാൻ ഈ കൈക്കൂലി വാങ്ങിയില്ല എന്നൊന്നും ഞാൻ സമർത്ഥിക്കുന്നില്ല. കിട്ടിയെന്ന് തന്നെ വെച്ചോ, എനിക്ക് നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കിട്ടിയെങ്കിൽ ഞാൻ അനുഭവിച്ചു കൊള്ളാം. പക്ഷേ വ്യാജമുടിയുമായി ഈ രംഗത്ത് വന്നുകൊണ്ട് സാധാരണക്കാരെ പറ്റിച്ച് അതിലൂടെ കൊള്ളയടിക്കുന്ന ഒരു സംഘം ഇവിടുണ്ട്. മുടിയുമായിട്ട് വന്നപ്പോൾ പലരും സനത് ചോദിച്ചു. അപ്പൊ അവരുടെ സനത് ചോദ്യം കേട്ടപ്പം ബാക്കിയുള്ളവരൊക്കെ ഞെട്ടിപ്പോയി. എടാ, ഈ സനത് എന്ന് പറയുന്ന സാധനം അതെന്താ? അത് മുടിക്ക് സനതുണ്ടോ എന്ന് മറുവിഭാഗം ചോദിച്ചു. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ മുടിയുമായി വന്ന ആൾ സത്യം ചെയ്യുന്ന പോലെയാണ് ഞാൻ സത്യം ചെയ്തത്. വല്ലാഹി എന്ന് പറഞ്ഞാൽ കള്ളമെന്നും സുമ്മ വല്ലാഹി എന്നും പിന്നെ അദ്ദേഹം പറഞ്ഞാൽ പച്ചക്കള്ളമെന്നാ പറയുന്നത്. അപ്പം അതുപോലെ സത്യം ചെയ്തിട്ട് പറയട്ടെ, ഈ സമസ്ത രണ്ടായി പിളർന്നില്ലായിരുന്നെങ്കിൽ ഈ മുടിയിട്ട വെള്ളം ബർക്കത്തിന് വേണ്ടി ഈ കേരളക്കരയിലുള്ള സർവരും കുടിക്കുമായിരുന്നു, യാതൊരു സംശയവുമില്ല. ഞാൻ നീട്ടുന്നില്ല, നിർത്ത്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി മാസം ഞാൻ ഒരു പ്രസംഗത്തിന് പോയി. ചുഴലി അബ്ദുള്ള മൗലവി, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ തൗഹീദ് കേട്ട് മനസ്സിലാക്കിയത്. അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിൽ നിൽക്കുമ്പോഴും ഞാൻ പോകും. കഴിഞ്ഞ ജനുവരി മാസത്തിൽ വളഞ്ഞ വഴി എന്ന ആ നേർവഴിയിൽ, എനിക്ക് നേർവഴി ലഭിച്ച സ്ഥലമാണ് വളഞ്ഞ വഴി. അവിടെ പ്രസംഗം കേൾക്കാൻ പാനൂർ മഹല്ലിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം എന്നോടൊപ്പമുണ്ട്. അവരുമായി ഞാൻ പോയപ്പോൾ ഈ PTA അംഗങ്ങൾ അവിടെ കൂടിയിട്ട് എനിക്കെതിരെ ഞാൻ ക്ഷമാപണം നടത്തണം, കമ്മിറ്റി എന്നോട് വിശദീകരണം ചോദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു. പ്രസംഗത്തിന് പോയത് അത്രയും വലിയ പാവമാണ്, സബൂൽ മുബിക്കാത്തിൽപ്പെട്ട പാവമല്ലേ. അതിന് ഞാൻ എന്ത് ചെയ്യണം? മാപ്പ് ചോദിക്കണം. ഈ എന്റെ കൂടെ വന്ന പ്രസിഡന്റോ സെക്രട്ടറിയോ എനിക്കെതിരെ നടപടിയെടുക്കുവോ? അവരെന്റെ കൂടെ വന്നവരല്ലേ, അവർക്കെടുക്കാൻ അവർ ഓടിച്ചു. അപ്പൊ 2 ഗ്രൂപ്പായപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? പിന്മാറിയപ്പോൾ എനിക്ക് ഈ വഴിയിലേക്ക്, ഇതിനു മുമ്പും എന്നെ പലപ്പോഴും ക്ഷണിച്ചിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് സുല്ലമി, അദ്ദേഹം എനിക്ക് ഈ വഴി കാണിച്ചു തന്നു. ഞാൻ ആ വഴിയിലൂടെ പോയി. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. എനിക്ക് ആശയം എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ട്. പക്ഷേ 30 കൊല്ലം മുനാഫിക്കാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വല്ലാഹി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് മരണപ്പെടണമെന്നാണ്. പക്ഷേ എൻ്റെ റബ്ബിന്റെ തീരുമാനം ഇതുപോലെ നീ പലയിടത്തും പറയണമടാ, ഇതെല്ലാം പുറത്ത് വിളിച്ച് പറയണം എന്ന് റബ്ബിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനം ഉള്ളത് കൊണ്ടാണ് എന്നെ പടച്ചവൻ പുറത്ത് ചാടിച്ചത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിനു മുമ്പേ പ്രസംഗിച്ച ഉസ്താദിന്റെ അനുഭവം പറഞ്ഞത്, ഗുരുത്തക്കേട് കിട്ടിയത് കൊണ്ടാണ് സ്വന്തം ഭാര്യയെ അനുജൻ വെട്ടിക്കൊന്നത്, മകന് മാനസിക രോഗമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ മറ്റാർക്കും മാനസിക രോഗം ഉണ്ടാകാതിരിക്കണം. ഗുരുത്തക്കേട് കിട്ടാത്ത എത്രയോ പേർക്ക് മാനസിക രോഗമുണ്ട്. ഗുരുത്തക്കേട് കിട്ടുന്നവർക്കാണ് ഉള്ളത്. അപ്പൊ അങ്ങനല്ല. ആ ഉസ്താദിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ആ മകന് വേണ്ടി, ആ മാനസിക ബുദ്ധിമുട്ടുള്ള മകൻ, അല്ലാഹുവേ പടച്ചവനെ ആ മകന് ശിഫ നൽകണേ തമ്പുരാനെ, പടച്ചവനെ ആ
മോനെ ശരിയായ ചിന്താശക്തിയും ബുദ്ധിയും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഈ സദസ്സിൽ വെച്ച് നിന്നോട് ദുആ ചെയ്യുന്ന ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നിങ്ങളോടെല്ലാവരോടും ആ കുട്ടിക്ക് വേണ്ടി, ആ 24 വയസ്സുള്ള മോന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാനും അദ്ദേഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് പറ്റാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അത് എനിക്ക് ശേഷം സംസാരിക്കുന്നവർ തിരുത്തും എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. വാഹിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.